ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ വരച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പട്ടാണീൻ്റെ കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ പട്ടാണിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ പറ്റിയ കറിയാണ്. അധികം എരിവൊന്നും ഇട്ടിട്ടില്ല ഇവിടെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അതിനായിട്ട് ഞാൻ പട്ടാണി തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ മുന്നേ ആയിട്ട് പട്ടാണി കടലയൊക്കെ വേവിക്കുമ്പോൾ നിങ്ങൾ ഉപ്പ് ഇടണം കേട്ടോ. ചിലർ ഉപ്പൊന്നും ഇടാതെയാണ് വേവിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പട്ടാണിയിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഗ്യാസ് വെച്ചിട്ട് ഒരു പട്ടാണി ഏകദേശം ഒരു വേവുള്ള ചില പട്ടാണിയൊന്നും വേവാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ 2 വിസിലുകൊണ്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ട് ഉടയരുത് കേട്ടോ. പട്ടാണി നന്നായിട്ട് ഉടഞ്ഞു പോകരുത്. ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രം മതി, ഉടയരുത്. ഈ കറിയിൽ പട്ടാണി ഉടഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ആട്ടോ കട്ട് ചെയ്ത് വെച്ചത്. ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് 2 എടുത്തതാണ്. മീഡിയം ഒക്കെ ആണെങ്കിൽ 1 എടുക്കുക. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ഉള്ളി കേട്ടോ, സവാള, വലിയ സവാളയാണ്, വലിയ ഉള്ളിയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, നിങ്ങൾ എരിവിന് ആവശ്യത്തിന് വേണമെങ്കിൽ മുളക് ഇടുക കേട്ടോ. അപ്പോൾ അതിൽ മുളക് പൊടി ഇടില്ല, അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് മുളക് ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്നും കൂടി വേവിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പൊട്ടറ്റോയും ക്യാരറ്റും സവോളയൊന്നും അലിഞ്ഞ് പോകാൻ പാടില്ല. അപ്പം മിനിമം ഒരു വിസിൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും, പക്ഷേ അലിഞ്ഞിട്ടും ഉണ്ടാവില്ല. ഇതുപോലെ കഷ്ണം കാണണം, എന്നാലേ ആ കറി നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതിലേക്കുള്ള ചെറിയൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു അരപ്പാത്രം, നമ്മളെടുത്ത ഒരു അരപ്പാത്രം നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറിയൊന്നുമില്ല, ഒരു 1/4 മുറിയേ ഉള്ളൂ, കുറച്ച് നാളികേരേ ഉള്ളൂ. അതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം, ഒരു 2 3 കഷ്ണം പട്ട, ഒരു 3 ഏലക്കായ, പിന്നെ ഗ്രാമ്പൂ, ഇതെല്ലാം ഇട്ട് കേട്ടോ. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ പെരിഞ്ജീരകം, പിന്നെ കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചേ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുള്ളൂ. ഇനി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം നമ്മളിത് അരയ്ക്കുമ്പം നാളികേരമൊന്നും ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കുരുമുളക് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ, പൊടിയായിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എനിക്ക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മൾ ഓഫ് ചെയ്തിട്ടാണല്ലോ ഗ്യാസ്. അപ്പോൾ ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഈ അരപ്പൊന്ന് ഇതിലേക്ക് കൂട്ടുക. കുറച്ച് നാളികേരേ ഉള്ളൂ. എന്നിട്ട് ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. രാവിലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് ആവശ്യത്തിന് ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. അപ്പം ആദ്യം നമ്മൾ പട്ടാണിയിൽ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് ഉപ്പുണ്ടെങ്കിൽ ഉപ്പിടണ്ട, പക്ഷെ ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ഇനി പുതിനയിലയും കറിവേപ്പിലയും കൂടിയാണ്, അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് പുതിനേൻ്റെ ഇലയാണ്, കുറച്ച് പുതിനേൻ്റെ ഇലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറവിടൂല, സാധാരണ നമ്മൾ കറിയിലേക്ക് കടുകൊക്കെ താളിച്ചൊന്നിടും. അത് ഞാൻ അങ്ങനെ കടുകും താളിച്ച് ഇടാറില്ല. ഇത് ഞാൻ ഇനി ഇടാൻ പോകുന്നത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ, സാധാരണ വെളിച്ചെണ്ണ നേരെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ കറീൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഉടയാനേ പാടില്ല കറി. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ കാണാനിങ്ങനെ കാണണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കയറി കാണുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.